കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നിന്നാണ് ടോബി ചേരുന്നത്. ടോബി, അവിടെയും പുലർച്ചെ മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങിയാലും വിവരങ്ങൾ എന്തൊക്കെയാണ് ടോബി? ഉന്മേഷ ക്രിസ്റ്റിന, രാവിലെ 2 മണിക്കാണ് പൂജയെടുക്കൽ ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ കാഴ്ചയാണ് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നിരവധി കുരുന്നുകൾ വരുന്നുണ്ട്. ഇത്തവണ 50 ആളുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. സാധാരണ 30-40 പേരാണ്, പക്ഷേ ഇത്തവണ 56 പേരുണ്ട്. അപ്പോൾ അത്രയധികം തിരക്കുണ്ട് ഇവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് കാണാം ഒരു കുരുന്ന്, ഒരു കൊച്ചുകുട്ടിയെ ആദ്യത്തെ അക്ഷരം കുറിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരച്ചിലൊന്നുമില്ല. നിരവധി കുട്ടികളുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഗുരുക്കന്മാരോട് തന്നെ ചോദിക്കാം, ഇത്തവണ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. രാവിലെ ഇവിടെ 4 മണി ഞങ്ങൾ തുടങ്ങിയതാണ്. നല്ല തിരക്കാണ് രാവിലെ. സാധാരണ കഴിഞ്ഞ വർഷത്തിലും തിരക്ക് കൂടുതൽ ഇപ്രാവശ്യം. ഇത്തവണ 56 ഗുരുക്കന്മാർ ഉണ്ട്. ഞങ്ങൾ 40-45 പേര് ഇപ്പോഴുണ്ട്. അതെ, ആചാര്യന്മാരായിട്ടുണ്ട്. എല്ലാ വർഷവും വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നവരാത്രി ഉണ്ടോ നല്ല തിരക്കായിരുന്നു. എന്തായാലും ഗുരുക്കന്മാർ പറഞ്ഞ അതാണ്, ഇത്തവണ കൂടുതൽ കാണാം കുരുന്നുകളുമായിട്ടെത്തി അവർ ആദ്യാക്ഷരം കുറിക്കുന്ന കാഴ്ചയാണ്. സരസ്വതി മണ്ഡപത്തിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ആദ്യാക്ഷരം കുറിക്കുന്നവർക്ക് മാത്രമല്ല, താഴെ നമുക്ക് നോക്കാം, താഴെ മണൽ വിരിച്ച് അവിടെ ആദ്യാക്ഷരം എഴുതുന്നവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം ഒരു കൊച്ചുകുട്ടി, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇതുപോലെയുള്ള കാഴ്ചകൾ കരയുകയാണെങ്കിലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷത്തിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ വന്നിരുന്നു. ഇത്തവണ കൂടുതൽ ആളുകൾ വരുമെന്ന പ്രതീക്ഷ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൂകാംബിയിലേക്ക് പോകാൻ സാധിക്കാത്തവർ സാധാരണ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.